ഈ 6 മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്താലോന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു സിലു എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മലപ്പുറത്തേക്ക് വണ്ടി കയറുന്നത്. മൂന്നാമത്തെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ വീട് പണയം വെച്ചും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയും കുട്ടിയെ ചികിത്സിക്കുന്നത്. കുട്ടി കുറേ ദിവസം വെന്റിലേറ്ററിലും ഐസിയുലുമായിട്ട് ഒരുപാട് ചിലവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തിയുടെ വക്കിലെത്തി അവസാനം വീട് വിറ്റിട്ടുണ്ട്. ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ ഈ 6 മക്കളെയും സ്ട്രോക്ക് വന്ന ഉമ്മാനെയും കൊണ്ട് ഇവർ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. സാധാരണ ഏതെങ്കിലും കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിഷമവും പ്രതിഷേധവും കാണിക്കാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാനൊരു അവസരം തരട്ടെ, നിങ്ങളും കൂടെ എൻ്റെ കൂടെ കൂടും. ഇവർക്കൊരു വീടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വാടക വീട്ടിലേക്ക് പോയിക്കൂടെ എന്നുള്ളത്. 6 മക്കളെന്ന് പറയുമ്പോൾ ചിലവ് കുറച്ചൊന്നും അല്ല കേട്ടോ. അത് നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു 5000 10,000 രൂപ ഓർത്ത് വാടകയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ പഠിപ്പ് ചെലവിനും ഒക്കെ ഉപകരിക്കും കേട്ടോ. ഈ ഉമ്മയുടെ കണ്ണീരിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഒരു 10 രൂപയെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു 50 രൂപയെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ആ മക്കളുടെ സന്തോഷത്തിന് നമ്മളും കൂടെ ഒരു കാരണമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കും. നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.